സെക്കൻഡ് കെമിക്കൽ റിയാക്ഷനിൽ ആൽക്കൈലേഷൻ എന്ന റിയാക്ഷനെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് ആൽക്കൈലേഷൻ? അമീൻസ് undergo reaction with alkyl halide. This reaction is known as alkylation. Amines alkyl halide റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീനെ കൺസിഡർ ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈഥൈൽ അമീൻ ആണ്. ഈഥൈൽ അമീൻ undergo reaction with an alkyl halide, that is ethyl bromide. ഇവിടെ പ്രൈമറി അമീൻ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഈഥൈൽ അമീൻ undergo reaction with a alkyl halide, that is ethyl bromide, and form a secondary amine, that is diethyl amine, with the elimination of one molecule of HBr. ഇവിടെ ഒരു മോളിക്യൂൾ HBrനെ ലോസ് ചെയ്തുകൊണ്ട് പ്രൈമറി അമീനും ആൽക്കൈൽ ഹാലൈഡും തമ്മിൽ ചേർന്നിട്ട് ഒരു ഡൈ ഈഥൈൽ അമീൻ അഥവാ സെക്കൻഡറി അമീൻ ഫോം ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? പ്രൈമറി അമീനിൽ നിന്നൊരു ഹൈഡ്രജനും ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ബ്രോമിനും തമ്മിൽ ജോയിൻ ചെയ്ത് HBr ആയിട്ട് മാറി. റിമൈനിങ് പോർഷൻ എന്താണ്? ഒരു സെക്കൻഡറി അമീനാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സെക്കൻഡറി അമീൻ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. ഇവിടെയും സെക്കൻഡറി അമീനിൽ നിന്നൊരു ഹൈഡ്രജൻ ആറ്റവും ആൽക്കൈൽ ഹാലൈഡിൽ നിന്നൊരു ബ്രോമിൻ ആറ്റവും റിമൂവ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു തെർഷ്യറി അമീൻ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഉണ്ടാകുന്ന തെർഷ്യറി അമീൻ CH3CH2 ത്രൈസ് N അഥവാ ട്രൈ ഈഥൈൽ അമീൻ എന്ന തെർഷ്യറി അമീനാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന തെർഷ്യറി അമീൻ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ ഇറ്റ് റിസൾട്ട്സ് എ ഫോർമേഷൻ ഓഫ് ക്വാട്ടേർണറി അമോണിയം സോൾട്ട്. ഇവിടെ ഒന്ന് നോക്കൂ. ട്രൈ ഈഥൈൽ അമീൻ ഈഥൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? ടെട്രാ ഈഥൈൽ അമോണിയം ബ്രോമൈഡ് എന്ന ക്വാട്ടേർണറി അമോണിയം സോൾട്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള റിയാക്ഷൻസിനെയാണ് ആൽക്കൈലേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആരോമാറ്റിക് അമീൻസ് എങ്ങനെയാണ് ആൽക്കൈലേഷൻ റിയാക്ഷൻ നടത്തുന്നതെന്ന് നോക്കൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പ്രൈമറി ആരോമാറ്റിക് അമീനെ കൺസിഡർ ചെയ്യാം. അതായത് അനിലീൻ ആണ്. അനിലീൻ undergo reaction with an alkyl halide. ഇവിടെ മീഥൈൽ അയഡൈഡ് എന്ന ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ടാണ് അനിലീൻ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ഷൻ മിക്സ്ചറിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ. ഇവിടെ പ്രൈമറി ആരോമാറ്റിക് അമീൻ undergo reaction with a methyl iodide and form a secondary amine. ഇവിടെയും ആരോമാറ്റിക് അമീനിൽ നിന്നും ഒരു ഹൈഡ്രജനും മീഥൈൽ അയഡൈഡിൽ നിന്നും അയഡിനും തമ്മിൽ ചേർന്നിട്ട് HI ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഒരു സെക്കൻഡറി അമീൻ ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന സെക്കൻഡറി അമീൻ N മീഥൈൽ അനിലീൻ ആണ്. ഇങ്ങനെയുള്ള സെക്കൻഡറി അമീൻ വീണ്ടും ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. This is on heating we will get a tertiary amine. ഈ tertiary amine വീണ്ടും മീഥൈൽ അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഈ റിയാക്ഷൻ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ക്വാട്ടേർണറി അമോണിയം സോൾട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ക്വാട്ടേർണറി അമോണിയം സോൾട്ട് ഏതാണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് ട്രൈമീഥൈൽ അനിലീനിയം അയഡൈഡ് എന്ന ക്വാട്ടേർണറി അമോണിയം സോൾട്ടാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ആലിഫാറ്റിക് അമീൻസും ആരോമാറ്റിക് അമീൻസും ആൽക്കൈലേഷൻ റിയാക്ഷന് വിധേയമാവുകയും സെക്കൻഡറി അമീൻ, തെർഷ്യറി അമീൻ, ക്വാട്ടേർണറി അമോണിയം സോൾട്ട് എന്നിങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു.